ഹായ്, നമ്മൾ തൃശ്ശൂർ നടക്കുന്ന മറൈൻ എക്സ്പോ കാണാനാണ് കേട്ടോ ഒന്ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ ജുഞ്ചി പറഞ്ഞ പോലെ ഈ മറൈൻ എക്സ്പോയിൽ ഒരു മർമെയ്ഡൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള മീനുകളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ നാഷണൽ ജോഗ്രഫി ഡിസ്കവറിയിലൊക്കെ കണ്ടിട്ടുള്ള മീനുകളുടെ പലതും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമായിരുന്നു മൊത്തത്തിൽ കാണാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു ടണൽ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഇവർ മീൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്ക് ചുറ്റും മീനുകളാണ്. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു അത്. ഈ മറൈൻ എക്സ്പോ നടക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ തൃശ്ശൂരുള്ള വടക്കേ സ്റ്റാൻഡിലാണ്. അപ്പോൾ 120 രൂപയാണ് ടിക്കറ്റ് പ്രൈസ് വരുന്നത്. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് ടിക്കറ്റ് എടുക്കേണ്ടു. അപ്പോൾ നമുക്ക് 2 ടിക്കറ്റ് മതിയായിരുന്നു. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. നമ്മൾ ഈ എൻട്രൻസിൽ കൂടെ പോകുമ്പോഴേ 2 സൈഡിലും ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറികളാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയിട്ടുള്ള സീനറികളായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കാണാനായിട്ട്. അപ്പോൾ കുറച്ച് നേരം ജുഞ്ചിയും കേശൊക്കെ ഇതിലൊക്കെ പോയി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഇത് ഒരു സ്നോ ബേസിൽ ചെയ്തിട്ടുള്ള വാട്ടർഫോൾസാണ്. നേരിട്ട് കാണുമ്പോൾ ഇത്തിരി കൂടിയും ഭംഗിയുണ്ട്. നമുക്ക് മൊബൈലിൽ അത് എത്രത്തോളം ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയില്ല. കുഴപ്പമില്ല, ക്രിസ്മസ് ആയതുകൊണ്ടൊക്കെ ആവാം സ്നോ ഒരു ബേസിൽ അവർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിൽ ബിയറുണ്ട്, അതുപോലെ ഹോഴ്സ് ഉണ്ട്. കാണാൻ രസമുണ്ടായിരുന്നു. ഒരു സ്നോമാനൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ കേശുവിന് ഈ കുതിരപ്പുറത്ത് കയറണം എന്ന് പറഞ്ഞിട്ടായിരുന്നു കുറച്ച് നേരം കുസ്തി പിടിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിങ്ങനെ നടന്നു. പിന്നെ ഒരു ആപ്പിൾ മരം നല്ല പഴുത്ത് തുടുത്ത് നിൽക്കുകയാണ്. പിന്നെ ഇത് പ്ലാസ്റ്റിക് പൂക്കളാണ് കേട്ടോ കുത്തിവെച്ചിരിക്കുന്ന മണ്ണിൽ. ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അതുപോലെ മീനുകളായാലും ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് പോണതൊക്കെ കാണുമ്പോൾ ഒരു കൗതുകം. അതിലുപരി എന്താ പറയുക, അത് ഈ പല കളറിലുള്ള മീനുകൾ കാണുമ്പോഴേ കേശുവിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല. അവന് ഓടിപ്പോയിട്ട് പറക്കിയെടുക്കണ പോലെ കളർ പേപ്പറൊക്കെ നമ്മൾ പൊട്ടിച്ചിട്ട പോലെയായിരുന്നു കാണുമ്പോൾ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചു അവിടെ. ഇത് കുഞ്ഞു കുഞ്ഞു മീനുകളാണ്. കുഞ്ഞു മീനുകൾ മാത്രമല്ല, പല നിറത്തിലുള്ള വലിപ്പത്തിലുള്ള നല്ല നല്ല മീനുകളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം നമുക്ക് നല്ല എൻ്റർടൈൻമെൻറ്റൊക്കെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ ആയിട്ട്. നമുക്ക് എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ, കുറച്ചൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. ഈ വരുന്നവനെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഫ്ലൈറ്റൊക്കെ ലാൻഡ് ചെയ്യണ പോലെ പതുക്കെ വന്ന് താഴത്തേക്ക് എത്തി. എന്തോ ഒരു സ്വകാര്യം പറഞ്ഞു പോവാണ്. അപ്പോൾ പിന്നാലെ അവനും പോണു. ഇത് ശരിക്കും എനിക്ക് ഇത്തിരി ഇഷ്ടമായിട്ടോ ഈ ഒരു സീന്. അത്ര നേരം ഞങ്ങൾ കിടക്കുമായിരുന്നു. ഇതെനിക്ക് വേണ്ടി അവർ വന്നതാണോ എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. കണ്ടില്ലേ, നമ്മുടെ തലയുടെ മുകളിൽക്കൂടെയൊക്കെ ഇങ്ങനെ പോകുമ്പോഴേ ഒരു കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടമാവും കേട്ടോ. ജുഞ്ചിയും കേശുമൊക്കെ പിടിക്കാനായിട്ട് നോക്കുമായിരുന്നു. ഇങ്ങോട്ട് വാ പറഞ്ഞിട്ട്. ഇത്രയും വലിയ മീനുകൾ, അത് ഇത്രയും അധികം നമ്മുടെ കയ്യെത്തുന്ന ദൂരത്തുള്ള പോലെ കാണല്ലേ. അപ്പോൾ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. ഇത് കണ്ടില്ലേ, പാമ്പിൻ്റെ പോലെ നീളത്തിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക. സൂപ്പറായിരുന്നു കേട്ടോ മൊത്തത്തിൽ പറയാനാണെങ്കിൽ. 120 രൂപയ്ക്കുള്ള വർത്തുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ ശക്തൻ സ്റ്റാൻഡിൻ്റെ അവിടെ ഒരു മറൈൻ എക്സ്പോ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെയും ഇതുപോലൊക്കെ തന്നെയാണ്. പക്ഷെ അവിടെ പിരമിഡൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ എന്താ പറയുക, മെർമെയ്ഡാണ്, ഈ സുന്ദരിയാണ് ഇവിടുത്തെ താരം. വെള്ളത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു മെർമെയ്ഡിനെ കാണുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് വലിയൊരു കാര്യമല്ലേ. പിള്ളേർക്കൊക്കെ അത് ഭയങ്കര എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് വന്ന് പോസ് ചെയ്ത് തരും. അപ്പോൾ അതേ കേശുവിനത് സംഭവം മനസ്സിലായിട്ടില്ല ആരാ എന്താണെന്നൊന്നും. ഇടയ്ക്ക് വന്ന് നോക്കി പോവുക. അപ്പോൾ എല്ലാവരും കൂടെ നിന്ന് സെൽഫി ഒക്കെ എടുക്കണ്ടായിരുന്നു. ഞങ്ങളും എടുത്തു, ഹാർട്ടൊക്കെ തന്നു. ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞങ്ങളങ്ങനെ പോകുന്നു അവിടെ നിന്ന്. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് പറയാനൊന്നും തോന്നിയില്ല. പിന്നെ സാധാരണ യൂഷ്വലി നമ്മൾ കാണുന്ന പോലെ സ്റ്റോളുകളുണ്ടായിരുന്നു. ബുക്സ്, കളിപ്പാട്ടങ്ങൾ, ടോയ്സ്, മിഠായി അങ്ങനെ. പിന്നെ കുട്ടികൾക്കായിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് പാർക്ക് ഉണ്ടായിരുന്നു. 60 രൂപയാണ് കേട്ടോ ഓരോ ഐറ്റത്തിനും. പക്ഷേ നമ്മുടെ ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് സമയം ഉണ്ടായിരുന്നു സ്പെൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലേ.